രണ്ടാമതായിട്ടുള്ള കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ചിലപ്പം നിസ്സാരമായി തോന്നും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. യൂട്യൂബിന്റെ അൽഗോരിതം ഡേ ബൈ ഡേ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസിലെ വ്യൂസിന് അപ്സ് ആൻഡ് ഡൗൺസ് സ്വാഭാവികമാണ്. എന്നാൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ട് നമ്മുടെ വീഡിയോസിന് വ്യൂസ് കിട്ടാതിരിക്കുക, കിട്ടിക്കൊണ്ടിരുന്ന വ്യൂസ് ഭയങ്കരമായ രീതിയിൽ കുറയുക, അത്തരം സിറ്റുവേഷനിലൂടെയാണോ നിങ്ങളുടെ ചാനൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഷോർട്സിലൂടെ എങ്ങനെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം, ഷോർട്സിന്റെ വ്യൂസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഇൻക്രീസ് ചെയ്യിക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിയിൽ ഏറ്റവും കൂടുതൽ വന്ന കമന്റുകളിൽ ഒന്നാണ്, ഷോർട്സ് ഒക്കെ അവരിടുന്നുണ്ട്, പക്ഷെ അവർക്ക് വേണ്ടത്ര രീതിയിലുള്ള വ്യൂസ് കിട്ടുന്നില്ല, അവർക്ക് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന വ്യൂസ് പോലും കുറഞ്ഞു പോകുന്നു എന്നുള്ളൊരു കമന്റ്. അവരുടെയൊക്കെ ചാനലിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റിയ 1-2 മിസ്റ്റേക്സ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെ ചെയ്തിട്ടും ചാനലിന് വ്യൂസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ചാനലിന് വ്യൂസ് കിട്ടാതെ പോകുന്നതിനുള്ള മെയിനായിട്ട് 2 കാരണങ്ങളാണുള്ളത്: ലോ CTRഉം ലോ ഓഡിയൻസ് റിട്ടൻഷൻ. ഈ 2 കാര്യങ്ങളാണ് നിങ്ങളുടെ ചാനലിന് വേണ്ടത്ര രീതിയിലുള്ള വ്യൂസും കാര്യങ്ങളും കിട്ടാതെ പോകുന്നതിനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം. ലോ CTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CTR ക്ലിക്ക് ത്രൂ റേറ്റ്. നമ്മുടെ വീഡിയോസ് യൂട്യൂബ് റെക്കമെൻഡേഷനിൽ പോകുന്നുണ്ട്, അതിന്റെ തമ്പനയിൽ കണ്ടിട്ട് പോലും ക്ലിക്ക് വരുന്നില്ല, ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്നില്ല. അത്തരം സിറ്റുവേഷനാണ് ലോ CTR. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, CTR കുറയാനുള്ള കാരണങ്ങളിൽ എനിക്ക് മെയിനായിട്ടും തോന്നിയിട്ടുള്ള 2 കാരണങ്ങളാണ്. ഒന്ന്, തമ്പനയില് ക്ലിക്ക് ചെയ്യാൻ തോന്നുന്ന രീതിയിലുള്ള തമ്പനയിൽ സെറ്റ് ചെയ്യുക. നമ്മൾ തമ്പനയിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു വ്യൂവറിന്റെ സൈഡിൽ നിന്നാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് തമ്പനയിൽ കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ തോന്നുന്നത്, അങ്ങനെ നമ്മളൊരു വ്യൂവറിന്റെ രീതിയിൽ നിന്ന് ചിന്തിച്ചിട്ടാണ് തമ്പനയിൽ സെറ്റ് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ടുള്ള കാര്യമാണ് മിക്സഡ് കണ്ടന്റ്. നമ്മൾ ആദ്യം ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ബേസിക്കലി ഒരു തീം വെച്ചിട്ടൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ മുമ്പോട്ട് പോകുമ്പം നമുക്കത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. കാണുന്നതെല്ലാം നമ്മൾ കണ്ടന്റ് ആക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഉറപ്പില്ലാതെ കാണുന്നതെല്ലാം നമ്മുടെ കണ്ടന്റ് ആക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു ടെക്നോളജി ബേസ് ചെയ്ത് കണ്ടന്റ് ഇടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവര് കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്താൽ എങ്ങനെ ഇരിക്കും? ഇങ്ങനെ കണ്ടന്റ് ചെയ്തു കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സിനും കൺഫ്യൂഷൻ ആവും, യൂട്യൂബിന്റെ അൽഗോരിതത്തിനും അത് കൺഫ്യൂഷൻ ആയിട്ട് മാറും. അപ്പം ചാനലിന് വേണ്ടത്ര രീതിയിലുള്ള റീച്ച് കിട്ടത്തില്ല, നമ്മുടെ വ്യൂസ് കാര്യങ്ങളൊന്നും മുമ്പോട്ട് കയറി പോകത്തുമില്ല. ഇങ്ങനെ സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചാനലില് നല്ല രീതിയിൽ റീച്ച് കിട്ടിയിട്ടുള്ള ഒരു 10 വീഡിയോ എടുക്കുക. അതിനകത്ത് ഏറ്റവും നന്നായിട്ട് ഏത് തീമിനെ ബേസ് ചെയ്തിട്ടാണ് എൻഗേജ്മെന്റ് കൂടുതൽ കിട്ടി, CTR കൂടുതൽ കിട്ടി, നല്ല രീതിയിൽ വ്യൂസും റീച്ചും കിട്ടിയ വീഡിയോ ഏതാണെന്ന് നോക്കിയിട്ട് അതിന്റെ കണ്ടന്റ് എടുക്കുക. അതിനനുസരിച്ച് ആ ഒരു പാറ്റേണിലുള്ള എന്ന് പറഞ്ഞ് ആ സെയിം വീഡിയോ തന്നെ കോപ്പി ചെയ്ത് വീണ്ടും ഇടാനല്ല, ആ ഒരു പാറ്റേണിലുള്ള ആ ഒരു കാറ്റഗറി ബേസ് ചെയ്തിട്ട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഇന്ന ടോപ്പിക് ബേസ് ചെയ്തിട്ടാണ് ഇവർ വീഡിയോ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അത് ഇഷ്ടമുള്ള ആൾക്കാർ അവർ നിങ്ങളുടെ വീഡിയോസ് വാച്ച് ചെയ്യും. അതിനനുസരിച്ചിട്ട് അത്തരം വീഡിയോസ് കാണുന്നവരിലേക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും. അപ്പം നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് വരുന്നവർ ആ വീഡിയോ മൊത്തം കംപ്ലീറ്റ് വാച്ച് ചെയ്തിട്ടേ പോത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അവർ തമ്പനയിൽ കാണുമ്പോഴേ ഇത് നമുക്ക് ആവശ്യമുള്ള ടൈപ്പ് വീഡിയോ അല്ലാതെ മനസ്സിലാക്കി അവർ ആ വീഡിയോ ക്ലിക്ക് പോലും ചെയ്യാതെ പോകും. അങ്ങനെ നിങ്ങളുടെ വീഡിയോസിന്റെ CTR കുറയും. ഇനി രണ്ടാമതായിട്ടുള്ള കാര്യമാണ് ഓഡിയൻസ് റിട്ടൻഷൻ. വീഡിയോസിന് CTR ഒക്കെ കിട്ടുന്നുണ്ട്, ആൾക്കാർ തമ്പനയിലൊക്കെ കണ്ട് ക്ലിക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ വരുന്നോ സ്വാപ്പ് ചെയ്തു പോകുന്നു. അങ്ങനെ സ്വാപ്പ് ചെയ്തു പോകുന്നത് പോലെ നിങ്ങളുടെ ഓഡിയൻസ് റിട്ടൻഷൻ കുറയും. ഇങ്ങനെ സംഭവിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ് മെയിനായിട്ടും ചെയ്യേണ്ടത്. നിങ്ങളുടെ ഷോർട്ട് വീഡിയോ ബോറിംഗ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആൾക്കാരെ എൻഗേജ്ഡ് ആക്കി ഇരുത്താൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ്, നല്ല ക്വാളിറ്റി വീഡിയോസ് ചെയ്യുക എന്നുള്ളത്. രണ്ടാമതായിട്ടുള്ള കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ചിലപ്പം നിസ്സാരമായി തോന്നും. ഷോർട്ട് വീഡിയോ എത്രയും ഷോർട്ടാക്കുക. നമുക്ക് ഷോർട്സ് ഇടുമ്പം 3 മിനിറ്റ് വീഡിയോസ് ഒക്കെ ഇടാൻ പറ്റും, പക്ഷെ നമ്മുടെ വീഡിയോസിന്റെ അത്ര പിടിച്ചിരുത്താൻ പറ്റുന്ന കണ്ടന്റ് അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പകുതിക്ക് വെച്ചിട്ട് ആൾക്കാർ പോകും. അപ്പൊ ഈ 3 മിനിറ്റുള്ള വീഡിയോ ഒന്നും വലിച്ചു നീട്ടി ഇടാൻ നിൽക്കാതെ എത്രയും ഷോർട്ടാക്കി 10 to 12 സെക്കൻഡ് അതിനകത്ത് നിൽക്കുന്ന വീഡിയോസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മിനിറ്റുള്ള വീഡിയോ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരാൾ ക്ലിക്ക് ചെയ്തു, വാച്ച് ചെയ്തു, ഒരു 10 സെക്കൻഡ് ആയപ്പോഴത്തേക്ക് അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അവരത് കളഞ്ഞിട്ട് പോയി. അപ്പൊ തന്നെ നിങ്ങളുടെ ഓഡിയൻസ് റിട്ടൻഷൻ കുറയും. ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല, ആൾക്കാരെ അത് എൻഗേജഡ് ആക്കി പിടിച്ചിരുത്താൻ പറ്റുന്നില്ല എന്ന്
യൂട്യൂബിന് തന്നെ മനസ്സിലാക്കി അതിന് വേണ്ടത്ര രീതിയിലുള്ള പോപ്പുലാരിറ്റി കൊടുക്കത്തില്ല. എന്നാൽ നിങ്ങൾ 10 to 12 സെക്കൻഡ് വീഡിയോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് അവർ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ പകുതി കൂടുതലും അത് കവർ ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഓഡിയൻസ് റിട്ടൻഷൻ കൂട്ടാൻ പറ്റും. പറയുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും, പക്ഷെ അതിനൊരു ഔട്ട്പുട്ട് ഭയങ്കരമാണ്. പിന്നെ വ്യൂസ് കിട്ടാതിരിക്കുന്ന മൂന്നാമതായിട്ടുള്ള കാര്യമാണ്, ഇപ്പം കൊച്ചു കുട്ടികളെ ബേസ് ചെയ്ത് കണ്ടന്റ് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വ്യൂസ് കിട്ടാതിരിക്കുന്നത് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ടൈപ്പ് വീഡിയോ ആയതുകൊണ്ട് തന്നെ യൂട്യൂബ് അത്ര റെക്കമെൻഡേഷൻ കൊടുക്കത്തില്ല. നിങ്ങൾ കുട്ടികളെ വെച്ചിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഒറ്റയ്ക്ക് ഉള്ള വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ അധികം റീച്ച് പോകത്തില്ല, അധികം റീച്ച് കിട്ടത്തില്ല. അവരോടൊപ്പം പെറ്റ്സോ അല്ലെന്നുണ്ടെങ്കിൽ മുതിർന്നവരോ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് കുറച്ചുകൂടെ നല്ല രീതിയിൽ പോകും. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ CTR വർദ്ധിപ്പിക്കുകയും ഓഡിയൻസ് റിട്ടൻഷൻ കൂട്ടുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ നല്ല രീതിയിലുള്ള വ്യൂസ് കാര്യങ്ങൾ കിട്ടും. CTRഉം ഓഡിയൻസ് റിട്ടൻഷനും ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വ്യൂസ് കൂട്ടാൻ പറ്റും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.